കേരളത്തിൽ ബി.ജെ.പി. വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ടൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പി. തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 100ഓളം കൗൺസിലർമാരുണ്ട്. തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച ജനങ്ങൾ ബി.ജെ.പിയിൽ വിശ്വാസമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തീർച്ചയായും ബി.ജെ.പിക്ക് ഒരവസരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബി.ജെ.പിയുടെ 12ാമത് അധ്യക്ഷനായി ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പാർട്ടിയിൽ താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നും നിതിൻ തന്റെ ബോസാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിലും നിയമസഭകളിലും മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി.ജെ.പി. കുതിക്കുകയാണ്. മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ നേട്ടത്തോടെ 1-ാം നമ്പർ ശക്തിയായി ഉയർന്നു. 50% കൗൺസിലർമാരും ബി.ജെ.പിയുടേതാണ്. ബി.ജെ.പി. ഒരു കുടുംബവും സംസ്കാരവുമാണ്. പാർട്ടി അംഗത്വത്തെക്കാൾ ബന്ധങ്ങളാണ് പ്രധാനം. അധ്യക്ഷന്മാർ മാറിയാലും ആദർശവും ദിശയും മാറില്ല. താൻ 3 തവണ പ്രധാനമന്ത്രിയായി, 50 വയസ്സിനുള്ളിൽ മുഖ്യമന്ത്രിയായി, 25 വർഷത്തിലേറെ അധികാര പദവിയിലിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ബി.ജെ.പി. പ്രവർത്തകനായതാണ്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ ജെ.പി. നദ്ദ, ബി.ജെ.പി. മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, എം.പിമാർ, കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ അടക്കം സംസ്ഥാന അധ്യക്ഷന്മാർ, നേതാക്കൾ, സാധാരണ പ്രവർത്തകർ തുടങ്ങിയ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നിതിൻ സ്ഥാനമേറ്റത്. തലസ്ഥാന നഗരത്തിലെ ഭരണം പിടിച്ചതിന്റെ ആഹ്ലാദം പങ്കിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുകയാണ്. 23-ന് രാവിലെ 10-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. വിമാനത്താവളം മുതൽ സമ്മേളനവേദിയായ പുത്തരിക്കണ്ടം മൈതാനം വരെ വൻ റോഡ് ഷോയാണ് സജ്ജമാക്കുന്നത്. രാവിലെ 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,00,000 പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർ വി രാജേഷിന് പ്രധാനമന്ത്രി കൈമാറും. 2030 വരെയുള്ള തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത്. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. തലസ്ഥാന ഭരണം പിടിച്ച് 45 ദിനത്തിൽ വാക്കുപാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. വമ്പൻ പ്രഖ്യാപനം നടത്താൻ സാധ്യത. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തലസ്ഥാനത്തെത്തുകയാണ്. തലസ്ഥാന വികസനത്തിനായുള്ള ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുകയും പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. തലസ്ഥാന നഗര വികസന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ്. ബി.ജെ.പി. ഭരണം പിടിച്ച തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് വഴി മിഷൻ കേരളമാണ് ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നായിരുന്നു ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ചെത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിൽ ഉണ്ടെന്നാണ് സൂചന. വെള്ളിയാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടികൾ. ആദ്യം അമൃത് ഭാരത് സർവീസ് ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ്. പിന്നാലെയാണ് ബി.ജെ.പിയുടെ പൊതുസമ്മേളനം. പൊതുസമ്മേളനം വമ്പൻ വിജയമാകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിക്ക് മുൻപേ എത്തിയ അമിത് ഷാ സംസ്ഥാന ബി.ജെ.പിക്ക് മുന്നിൽ വച്ചത് മിഷൻ 2026. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബി.ജെ.പി. സജീവമാക്കും.